അതുപോലെ അപ്രോക്സി ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഈ ജോയിന്റ് നമ്മൾ കണ്ടില്ലേ, വൈറ്റ് സിമെന്റ് ആദ്യം ഫില്ല് ചെയ്തതിനു ശേഷം ചെറിയ ചാലാക്കിയിട്ട് വലിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് വൈറ്റ് സിമെന്റ് വരും. അതിന്റെ മുകളിലാണ് നമ്മൾ എന്നിട്ട് കറക്റ്റ് ക്ലീൻ ചെയ്യണം കേട്ടോ. വൈറ്റ് സിമെന്റ് ചെറിയ ചാലാക്കിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഒരേപോലെ എല്ലായിടത്തും ആക്കിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടോ അപ്പോക്സി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ഒരു വട്ടം വലിക്കുക. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലാവാത്ത ഭാഗങ്ങളിൽ കറക്റ്റ് ഫില്ലാവും. കണ്ടില്ലേ? പക്ഷെ അപ്പോക്സി തോത്തിയെടുക്കാൻ വളരെ സുഖം ഉണ്ടാവും. അത് തോത്തിയെടുക്കാൻ അതിൻ്റെ ഒപ്പമുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തോത്തിയെടുക്കാൻ വേഗമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ തന്നെ ക്ലീൻ ചെയ്യുവാണ്. അല്ലാതെ ഇന്ന് തേച്ചിട്ട് നാളെ തോത്തിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ അപ്രോക്സി ചെയ്യുമ്പോഴേ നല്ല കെമിക്കലാണ്. ശരിക്കും മാസ്കും ഇതിന് കയ്യുറൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. നമുക്ക് അതൊന്നും കംഫർട്ട് ആകാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ കയ്യൊക്കെ കണ്ടില്ലേ, കയ്യിലൊക്കെ പിടിച്ചൊക്കെ കണ്ടില്ലേ. ശരിക്കും കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫില്ല് ചെയ്യാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മൂലകളില്ലേ, ഇതിപ്പോൾ നമ്മൾ ഈ ബാത്റൂമിൻ്റെ മൂലയാണ്. ഈ മൂലയ്ക്ക് അതേപോലെ കറക്റ്റ് 3 mm തന്നെ ഗ്യാപ്പ് കൊടുക്കണം. അതേപോലെ ഫ്ലോറിൻ്റെ ഉണ്ടല്ലേ, ഈ ഫ്ലോറിൻ്റെ മൂലയ്ക്ക് 3 mm ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അപ്രോക്സി ഫില്ല് ചെയ്യാൻ കേട്ടോ. ചില ആളുകൾ ഇവിടെ മുട്ടിച്ചിടും. അങ്ങനെ മുട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ ലീക്ക് വരും. അതൊക്കെ അറിയുന്നത് തന്നെ ആണ് ചിലപ്പോൾ. എന്നാലും ഞാനൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. പിന്നെ ബാത്റൂം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും മണ്ണിട്ട് കണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഇത് കുറേ കാലം കഴിഞ്ഞാൽ ഈ അപ്രോക്സി പോവുകയോ അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ ലീക്ക് ചെന്നാൽ ഈ കോൺക്രീറ്റ് മണ്ണിലല്ലേ അത് ഇരിക്കും. സാധാരണ നമ്മൾ കമ്പിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടൈൽ ഇങ്ങനെ മേടുമ്പോൾ ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയാൻ കാരണം കുറേ മുന്നേ ചെയ്ത വർക്കുകളൊക്കെ ഇപ്പോൾ റീവർക്ക് വരുന്നുണ്ട്. നമ്മൾ ചെയ്തത് മാത്രമല്ല, പുറത്തുള്ള ആളുകൾ ചെയ്തൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് വാട്ടർ പ്രൂഫ് ഇല്ല, അപ്പോക്സി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കും ഒരുപാട് കാര്യങ്ങൾ നോക്കും. അപ്പോൾ എൻ്റെ സൈറ്റിൽ ഞാൻ തന്നെയാണ് അപ്പോക്സി